രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയാൽ CPM തടയില്ല. ഇത് ഈ ഒരു പ്രസ്താവന MV ഗോവിന്ദൻ നടത്തിയത് വെള്ളിയാഴ്ചയാണ്, അതായത് 19-ാം തീയതി. ഈ വെള്ളിയാഴ്ച വൈകുന്നേരം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് രാഹുൽ നാളെ പാലക്കാട്ടേക്ക് എത്തുകയാണല്ലോ, ആ സമയത്ത് CPM പ്രതിഷേധങ്ങൾ ഉയർത്തുമോ, രാഹുലിനെ തടയാൻ CPM മുന്നിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമായിരുന്നു അവിടെ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത്. CPM പാലക്കാട് രാഹുലിനെ തടയില്ല എന്ന് തങ്ങളുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ. ഇപ്പോഴ് ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ പുറകോട്ടടിച്ചത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയപ്പോൾ അന്ന് ചരമോപചാരം മാത്രമാണ് നിയമസഭയിൽ നടന്നത്. നിയമസഭയുടെ തുടക്ക ദിവസം 15-ാം തീയതി. അന്ന് ഈ ചരമോപചാരം നടക്കുന്ന ദിവസം രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തുകയും അദ്ദേഹം തിരിച്ച് MLA ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ അവിടെ SFIയുടെ DYFIയുടെ ഒക്കെ MLA ഹോസ്റ്റലിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനത്തിന് മുന്നിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നതും ഞങ്ങൾ SFIക്കാരാണ്, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് രാഹുലിന് മുന്നിൽ അപഹാസ്യരാവുന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴെന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയപ്പോ ഈ കാര്യത്തിൽ CPM പിന്നോട്ട് പോയത് എന്നുള്ളതാണ്. രാഹുലിനെതിരെ പ്രതിഷേധങ്ങൾ വേണ്ട, രാഹുലിനെതിരെ തടയലോ പ്രതിഷേധങ്ങളോ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും ക്യാമ്പയിനിങ് ഒന്നും വേണ്ട എന്ന തരത്തിലേക്ക് ഈ CPM കടന്നു ചെന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളോ ക്യാമ്പയിനുകളോ, നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള പ്രതിഷേധങ്ങളോ ക്യാമ്പയിനുകളോ ഒന്നും CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അവിടെ ഇവിടെയൊക്കെ ചില സിനിമാ കഥകളും രാഹുലിന്റെ പേര് പരാമർശിക്കാതെയുള്ള ചില കുത്തലുകളും തോണ്ടലുകളും ഒക്കെ ഉണ്ടായി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടം വിഷയം സഭയിൽ ഉയർത്തിക്കൊണ്ടുവരാനോ അത് ചർച്ച ചെയ്യുവാനോ ആ കാര്യത്തിൽ വിമർശനങ്ങളോ പ്രതിഷേധങ്ങളോ ക്യാമ്പയിനുകളോ നടത്തുവാനോ CPM-ഓ സഖാക്കളോ തയ്യാറായില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ്? കാരണം നിരന്തരമായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ രാഹുലിനെതിരെ വ്യക്തിഹത്യകൾ നടത്തുന്നതും ഈ CPM-കാര് തന്നെയാണ്. വാർത്താ മാധ്യമങ്ങളിൽ അന്തിചർച്ചകൾക്ക് വന്നിരിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ മാത്രം രാഹുലിനെതിരെ പ്രതിഷേധങ്ങളും രാഹുലിനെതിരെ ആക്രമണങ്ങളും രാഹുലിനെതിരെ അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ നടത്തുന്ന CPM എന്തുകൊണ്ട് ഈ സഭാ സമ്മേളനത്തിൽ ആദ്യ ദിവസം രാഹുൽ പങ്കെടുത്തിട്ട് പോലും, സഭയിൽ ഹാജരായിട്ട് പോലും രാഹുലിനെതിരെ കടുത്ത വിമർശനങ്ങളോ ക്യാമ്പയിനിങ്ങോ നടത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും അവസാനം ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ രാഹുലിനെതിരെ ഞങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് MLA ഹോസ്റ്റലിൽ അയാളുടെ വാഹനത്തിന് മുന്നിൽ SFIയുടെ 4-5 പിള്ളേര് പോയിട്ട് 2 മുദ്രാവാക്യം വിളിച്ചത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ രാഹുലിനെതിരെ ഒരു പ്രതിഷേധങ്ങളും ഇവരാരും നടത്തിയിട്ടില്ല. ഇവർ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിനപ്പുറം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഭരണപക്ഷത്തെ നിഷ്ഠൂരമായ രീതിയിലുള്ള ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും വിമർശനങ്ങളും സഭയിൽ നടന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ ഭരണപക്ഷം തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം വെള്ളിയാഴ്ച വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞത് രാഹുലിനെ ഞങ്ങൾ CPM പാലക്കാട് തടയില്ല എന്നാണ്. അതെന്തുകൊണ്ടാ? ചില തിരിച്ചറിവുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അത് പാർട്ടിയുടെ അടിത്തട്ടിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തിരിച്ചറിവുകൾ പിണറായി വിജയന്റെ തിരിച്ചറിവുകളാണ്. പിണറായി വിജയന്റെ തിരിച്ചറിവാണ് ഇന്നലെ പാർട്ടിയുടെ നിലപാടായിട്ട് പാർട്ടി സെക്രട്ടറി ഇന്നലെ പറഞ്ഞത്. പിണറായി വിജയന്റെ തിരിച്ചറിവ് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വല്ല രീതിയിലുമുള്ള പ്രതിഷേധങ്ങളോ ക്യാമ്പയിനുകളോ നമ്മൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്നതല്ലാത്ത നേരിട്ടുള്ള തടയലുകളോ മറ്റുള്ള പരിപാടികളോ പ്രതിഷേധ മാർച്ചുകളോ അയാളുടെ MLA ഓഫീസ്
അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം MLA തടയുന്ന കാര്യങ്ങളിലേക്കോ അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു ഘട്ടത്തിലേക്കോ CPM കടന്നു കഴിഞ്ഞാൽ അത് CPMന് തന്നെയാണ് തലവേദനയാവുക എന്ന് മാത്രമല്ല, സഖാക്കളായിട്ടുള്ള പല MLA മാർക്കും കേരളത്തിന്റെ റോട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും, പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവാണ് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. കാരണം പിണറായി വിജയന്റെ സംരക്ഷണത്തിൽ MLA ആയിട്ടും മന്ത്രിമാരായിട്ടും പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും KTDCയുടെ ചെയർമാനും ഒക്കെ ആയിട്ട് ഈ കേരളത്തിന്റെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള CPMന്റെ മുതിർന്ന നേതാക്കൾ അടങ്ങുന്ന പലരും രാഹുൽ മാങ്കൂട്ടത്തിലെ ഇത്തരം ഒരു ആരോപണത്തിന്റെ പേരിൽ CPM മുന്നിൽ നിന്ന് തടയുവാനോ അയാളുടെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തുവാനോ അയാളെ വഴിയിൽ തടയുവാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്നുള്ള തിരിച്ചറിവാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് P ശശിയുണ്ട്. KTDCയുടെ അതായത് കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് PK ശശിയുണ്ട്. നേരെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മന്ത്രിമാരായിട്ട് AK ശശീന്ദ്രനുണ്ട്, പിന്നെ ഗണേഷ് കുമാറുണ്ട്. നേരെ ഒന്ന് തൊട്ട് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ പിണറായി വിജയന് കാണാൻ സാധിക്കുന്ന രീതിയിൽ മുകേഷ് ഉണ്ട്, അങ്ങനെ പലരുമുണ്ട്. പിന്നെ ഇപ്പോഴും ഇന്നും ആഗോള സംഗമത്തിൽ, അയ്യപ്പ ആഗോള സംഗമത്തിൽ പിണറായി വിജയന്റെ ഇടത്തും വലത്തും നിരന്നിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ള പലരുമുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ജനം തടയും, ഇവർക്കൊക്കെ എതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാവും, ഇവർക്ക് വഴിയിറങ്ങാൻ പറ്റാതെയാകും, ഇവർക്ക് വഴി നടക്കാൻ പറ്റാതെയാവും. അങ്ങനെ വലിയ ഒരു കോലാഹലങ്ങളിലേക്കും പഴയതൊക്കെ കുത്തിപ്പൊക്കുന്നതിലേക്കും കാര്യങ്ങൾ വഴിമാറി സഞ്ചരിക്കുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് തടയേണ്ട എന്നുള്ള കാര്യത്തിലേക്ക് CPM എത്തുന്നത്. ഇന്നിപ്പോ നമ്മൾ കണ്ടതാണ്, രാവിലെ രാഹുലിന്റെ ഓഫീസിന് മുന്നിൽ BJPയുടെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില ആളുകൾ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ പാലക്കാട്ടുകാരെ ആട്ടി ഓടിക്കുന്നതും നമ്മൾ കണ്ടു. കാരണം ആദ്യം വീട്ടിൽ പോയിട്ട് സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ട് വരുമ്പോൾ പോരെ നാട്ടിൽ അങ്ങിയിട്ടുള്ള ഈ സ്ത്രീ സംരക്ഷകരുടെ വാത്തോരാതെയുള്ള ആക്രോശങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് പലരെയും പാലക്കാട്ടുകാർ ആട്ടി ഓടിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഇത്തരത്തിൽ ജനം പ്രതികരിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയും തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നമ്മൾ സംരക്ഷിച്ചു പിടിക്കുന്ന പിണറായി വിജയനും MV ഗോവിന്ദനും അടങ്ങുന്ന പാർട്ടി സംരക്ഷിച്ചു പിടിക്കുന്ന പല MLA മാരും മന്ത്രിമാരും ഒക്കെ വഴിയിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തെന്നിമാറും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോ ഇങ്ങനെ ഒരു സമീപനത്തിലേക്ക്, ഇങ്ങനെ ഒരു നിലപാടിലേക്ക് CPM എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. അതല്ലെങ്കിലും രാഹുലിനോടുള്ള സമീപനത്തിൽ CPM എപ്പോഴും ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിട്ടുവീഴ്ച മനോഭാവം പലതും ഇനി കുത്തിപ്പൊക്കാൻ രാഹുലിനെതിരെ വാളെടുത്താൽ, രാഹുലിനെതിരെ സഭയിൽ പ്രതിഷേധങ്ങൾ നടത്തിയാൽ സഭയിൽ ഇരിക്കുന്നവരുടെ തനി സ്വരൂപം, അവരുടെ തൊലി വലിച്ചു കീറാൻ പ്രതിപക്ഷം റെഡിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള ആ ഉത്തമ വിശ്വാസത്തിന്റെ പുറത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യാതൊരുവിധ ക്യാമ്പയിനിങ്ങും സഭയിൽ നടന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ നടത്താതിരുന്നതും ഈ തിരിച്ചറിവുകളിൽ നിന്നാണ്. കാരണം അവിടെ മുകേഷ് ഉണ്ട്, ഗണേഷ് കുമാർ ഉണ്ട്, AK ശശീന്ദ്രനുണ്ട്. നേരെ പിണറായി വിജയൻ സഭയിലേക്ക് വരുമ്പോൾ പിണറായി വിജയന് അകമ്പടിയായി വന്ന് ആ വാതിലിന് പുറത്ത് നിൽക്കുന്ന P ശശിയുണ്ട്. ഇവരെയൊക്കെ ഇങ്ങനെ കൊത്തി വലിച്ച് തുണ്ടം തുണ്ടമാക്കും പ്രതിപക്ഷം. ആ പ്രതിപക്ഷം അത് ചെയ്യുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിന്റെ പുറത്താണ് രാഹുലിനെതിരെ 1-2 സെന്റൻസുകളൊക്കെ അവിടെ ഇവിടെയും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ വന്നിട്ട് ഒരു സിനിമാ കഥ പറഞ്ഞു, മറ്റൊരാൾ വന്നിട്ട് ഒരു ശിശു സംരക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. ശിശു സംരക്ഷണത്തിന്റെ കാര്യം പറഞ്ഞതേ വീണ ജോർജിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ശിശു സംരക്ഷണം ബീഹാർ മോഡലാണോ എന്നുള്ളത് കേരളം വീണ ജോർജിനെ അങ്ങ് ഓർമ്മിപ്പിച്ചു കൊടുത്തു. AKG സെന്ററിൽ നിന്ന് കോടികൾ ചിലവഴിച്ചുകൊണ്ട് എല്ലാ വർഷവും ബീഹാറിലേക്ക് കോടികൾ അയച്ചുകൊണ്ട് കേരളത്തിന്റെ പാർട്ടി സെക്രട്ടറി നടത്തുന്ന
സംരക്ഷണമാണോ ശിശു സംരക്ഷണം എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ഉയർന്നു. അതോടുകൂടി പിന്നീട് അങ്ങോട്ട് വലിയ തരത്തിൽ രാഹുലിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷത്തിലുള്ള പ്രതിഷേധങ്ങളോ വിമർശനങ്ങളോ ക്യാമ്പയിനിങ്ങോ ഒന്നും നമ്മൾ എവിടെയും കണ്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ഈ ഒരു നിലപാടിലേക്ക് CPM-നെ കൊണ്ടു ചെന്നെത്തിച്ചത് പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും പാർട്ടിയുടെയും ഒക്കെ ചില തിരിച്ചറിവുകളാണ് എന്നുള്ളതാണ്. ഈ തിരിച്ചറിവുകൾ അവർക്ക് ഉണ്ടാകുമ്പോൾ തന്നെ പ്രത്യക്ഷമായ വിമർശനങ്ങളിലേക്കോ പ്രതിഷേധങ്ങളിലേക്കോ കടക്കാതെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിൽ, ജനങ്ങളെ നോക്കി പല്ലിളിക്കുന്ന തരത്തിൽ വാർത്താമാധ്യമങ്ങളിൽ അന്തിച്ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് രാഹുലിനെതിരെ അധിക്ഷേപങ്ങൾ തുടരുകയും ചെയ്യുന്നു.